നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മുടെ വേറൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ റൈനോപ്ലാസ്റ്റി, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിനെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഡിഫോമിറ്റീസ് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും പേഷ്യൻസിനുള്ള ഡൗട്ടാണ്, മൂക്കിൻ്റെ മേളിലൊരു ഹമ്പ്, ഡോർസൽ ഹമ്പ് എന്ന് പറയുമ്പോൾ മൂക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് പൊന്തിയിരിക്കുന്ന മാതിരി കാണാം. അപ്പോൾ ഇതെന്താണ് ഇതിന് ചെയ്യുന്നത്? അല്ലെങ്കിൽ മൂക്ക് പുറമേ കംപ്ലീറ്റ്ലി വളഞ്ഞിരിക്കുകയാണ്, അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു ഡിഫോമിറ്റി ആയിട്ടൊരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് അനലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതൊരു ബോണി ഡിഫോമിറ്റി ആണോ അതോ കാർട്ടിലേജിനസ് ഡിഫോമിറ്റി ആണോ. ബോണി ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ ബോണിന് എന്തെങ്കിലും ഡിഫോമിറ്റി ഉള്ളതാണ് ബോണി ഡിഫോമിറ്റി. അതേസമയം കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ നമ്മൾ ഈ താഴത്തെ ഭാഗം കാർട്ടിലേജ് ആണ്, നമുക്കതൊരു പക്ഷേ നമുക്ക് ഈസി ആയിട്ട് അനക്കാൻ പറ്റും. എന്നാൽ മേൽഭാഗം അത് ബോണാണ്, അത് നമുക്ക് അനക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഏത് സെഗ്മെൻറ്റിലാണ് ഈ ഡിഫോമിറ്റി എന്നുള്ളത് ഒന്ന്. രണ്ട്, നമ്മൾ ഇതെന്ത് ടൈപ്പ് ഡിഫോമിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ പേഷ്യൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളത്, പേഷ്യൻ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇപ്പോൾ ബോണി ഡിഫോമിറ്റീസ്, ഉദാഹരണത്തിനൊരു ഹമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ മേളിൽ കാണാം. ഇപ്പോൾ അത് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂക്ക് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഈ എക്സ്ട്രാ ബോൺ ഉള്ളത് നമുക്കൊന്നുകിൽ ചിസിൽ ചെയ്യാം. അത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ഫൈനായിട്ട് അത് ചോപ്പ് ചെയ്ത് നീക്കുക, ആ എക്സ്ട്രാ ബോൺ പ്രൊജക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് ഡ്രില്ല് വെച്ചത് പോളിഷ് ചെയ്ത് ആ ലെവൽ, ആ പൊങ്ങിയിരിക്കുന്ന ഭാഗം, അതിൻ്റെ ലെവൽ നമുക്ക് കുറച്ചെടുക്കാം. ഇപ്പോൾ ക്രൂക്കഡ് ആയിട്ടുള്ള നോസ്, ഇപ്പം ഈ മൂക്കിൻ്റെ ഈ ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ സ്ലാൻറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ അത് ആ ബോൺ കംപ്ലീറ്റ് ഒരു സൈഡിലോട്ടാണ് ഇരിക്കുക. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓസ്റ്റിയോട്ടമീസ്, അതായത് ഈ ബോൺ ഫ്രാക്ചർ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ സർജിക്കലി ഓസ്റ്റിയോട്ടമീസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ സൈഡുകളിൽ നമ്മൾ ഈ സ്കിന്നിനകത്തൊരു ചെറിയ സ്റ്റാബ്, ഒരു കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ഫ്രാക്ചേഴ്സ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ബോൺ നമ്മൾ ജെന്റ്ലി ഫ്രാക്ചർ ചെയ്ത്, രണ്ട് സൈഡിലും ഫ്രാക്ചർ ചെയ്ത് ഈ ബോണിനെ നമ്മൾ മൊബിലൈസ് ചെയ്യുക. അതിനെ ഫുള്ളായിട്ട് നടുക്കോട്ട്, ആ ഫുൾ യൂണിറ്റിനെ നമ്മൾ നടുക്കോട്ട് കൊണ്ടുവന്ന് സ്ട്രെയിറ്റൺ ചെയ്ത് റീഅസംബിൾ ചെയ്യുകയാണ്. അപ്പോൾ ബോൺ ഡിഫോമിറ്റീസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓസ്റ്റിയോട്ടമീസ് പെർഫോം ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോവർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡ്രിൽ ചെയ്യാം, റാസ്പ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ കറക്ഷൻസ് ചെയ്യുന്നത്. കാർട്ടിലേജ് ഡിഫോമിറ്റീസ്, അതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് റീഷേപ്പ് ചെയ്യാം. കാർട്ടിലേജ് ഒരു പക്ഷേ വളരെ ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ്. അപ്പം നമുക്കത് ആ ഡിഫോമിറ്റി എക്സസ് ആയിട്ടുള്ള ഒരു ബെൻഡുള്ള സൈഡ് നമുക്ക് റീഷേപ്പ് ചെയ്യാം, എന്നിട്ട് റീപൊസിഷൻ ചെയ്യാം. മിക്ക 90% ഓഫ് പ്രൈമറി റൈനോപ്ലാസ്റ്റീസ്, അതായത് ആദ്യത്തെ തവണ ചെയ്യുന്ന റൈനോപ്ലാസ്റ്റിയിൽ നമ്മൾ കഴിവതും വേറെ മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിക്കാറില്ല. മെജോറിറ്റി ഓഫ് ദ ഡിഫോമിറ്റീസ് നമുക്ക് പേഷ്യൻറ്റിൻ്റെ സ്വന്തം കാർട്ടിലേജ് തന്നെ യൂട്ടിലൈസ് ചെയ്ത് അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വളഞ്ഞിരിക്കുന്ന പാലം തന്നെ നമ്മൾ എടുത്ത് അത് റീഷേപ്പ് ചെയ്ത് പീസസ് ആക്കാം, സ്ട്രിപ്സ് ആക്കാം, എന്നിട്ട് നമ്മളത് റീപൊസിഷൻ ചെയ്യുകയാണ്. പക്ഷേ റിവിഷൻ സർജറീസ് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ആസ്പെക്റ്റ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത വീഡിയോകളിൽ സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു.